കുട്ടികൾ വല്ലാതെ തെറി പറയുന്നു എന്ന് പരാതിപ്പെടുന്ന രക്ഷിതാക്കളുടെ എണ്ണം വളരെ അധികമാണിപ്പോൾ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ തെറി പറയുന്നത്? യഥാർത്ഥത്തിൽ അവരെ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലെ ചില ബ്ലോഗർമാര് അവര് തെറിവാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നു. അവരുടെ കണ്ടന്റ് പോലും വളരെ വൾഗറായിട്ടുള്ളതാണ്. ഇത് നിരന്തരം കാണുന്ന കുട്ടികളുടെ നമുക്കറിയാലോ, 6 വയസ്സ് മുതൽ ഏറെക്കുറെ കുട്ടികൾ ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണ്. ഇൻസ്റ്റ ആയാലും ശരി, യൂട്യൂബ് ആയാലും ശരി, നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. എഡ്യൂക്കേഷനിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്നൊരു സിദ്ധാന്തമുണ്ട്. ഇത് കുട്ടികൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, കണ്ടും കേട്ടും പഠിക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യം നമുക്കറിയാമല്ലോ, അവരുടെ മസ്തിഷ്കം വികസിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് കാണുന്നതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. അതെല്ലാം ശരിയാണ്, അവരുടെ മുമ്പിൽ തെറ്റുകൾ അധികമില്ല. അപ്പോൾ അവര് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആരാധനയാണ് അവർക്ക്. ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ട് ഇവിടെ നടക്കുന്നത്. ഈ ആരാധന എന്ന് പറയുന്നത് അവര് യഥാർത്ഥത്തിൽ ആ പറയുന്ന വാക്കുകൾ മാത്രമല്ല, അവരുടെ ജീവിത രീതി, അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഒക്കെ തന്നെ അനുകരിക്കുകയാണ്. ഇവിടെ അന്ധമായിട്ട് കുട്ടികൾ അനുകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ കുട്ടികളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ ആ കുട്ടികളെ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പൊ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത് കുട്ടികളും കൂടി കാണുന്നുണ്ട് എന്ന് ഓർക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത് ഇപ്പോ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് കുട്ടികൾ വിനോദത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, വിജ്ഞാനത്തിന് വേണ്ടിയല്ല. കാരണം വിജ്ഞാനത്തിനായിട്ട് കുട്ടികൾ ഒന്നും ചെയ്യുന്നില്ല. അവർ സ്കൂളിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ ഒന്നുകിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് കുറച്ചുകൂടി കുട്ടികൾക്ക് കൂടി സ്വീകാര്യമാവുന്ന, സമൂഹത്തിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ഈ വിഷയത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ പേജ് ഫോളോ ചെയ്ത് നമ്മളോടൊപ്പം നിൽക്കാനും ഓർക്കേണ്ടതാണ്.